നമസ്കാരം. മൂന്നാം ദിവസമായ ബിഗ് ബോസിൽ രാവിലെ തന്നെ ഫുൾ വഴക്കാണ്. ഷാനവാസ് ആയിട്ടാണ് പ്രോബ്ലം കൂടുതൽ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. ഷാനവാസും അനുവും തമ്മിലുള്ള പ്രശ്നത്തിൽ ഡോക്ടേഴ്സിനെ കളിയാക്കിക്കൊണ്ട് ഡോക്ടേഴ്സിനെ മോശമായി ചിത്രീകരിച്ചത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. അങ്ങനെ അനുമോൾ ഭയങ്കരമായിട്ട് കരയുകയാണ് അവിടെ ചെയ്തത്. അനുമോൾ കരഞ്ഞപ്പോൾ ഷാനവാസ് പറയുണ്ടായി, നീ ബിഗ് ബോസിൽ വരുമ്പോൾ കരയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നീ കരഞ്ഞില്ലേന്ന്. അങ്ങനെയുള്ള ഒരു പ്രാങ്ക് പോലൊക്കെ പോകുന്നുണ്ടെങ്കിലും അനുമോൾ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. പിന്നെ ക്യാപ്റ്റൻ പരമാവധി സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സോൾവായി മാറി. പിന്നെ പുറത്തുള്ളവരൊക്കെ മോശമായിട്ട് കാണുമെന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു അനുമോളിൽ കരച്ചിൽ. പിന്നെ ടാസ്ക് ചെയ്യേണ്ട ടൈമിൽ കൂടുതലും വഴക്ക് തന്നെയാണ്. ഫുൾ ഓഫ് ഫൈറ്റ് തന്നെ. ഷാനവാസ് എല്ലാവരോടും കൂടി വഴക്കാണ്. ആക്ച്വലി ഷാനവാസ് എന്തോ ഉദ്ദേശിക്കുന്നു. അനീഷ് ഇല്ലായിരുന്നെങ്കിൽ ബിഗ് ബോസിൽ കണ്ടൻറ് ഇല്ലെന്നാണോ പറയുന്നതെന്നാണ് ഷാനവാസ് ചോദിക്കുന്നത്. അതൊരു ചോദ്യം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ അനീഷ് പറയുന്നതൊന്നും തന്നെ അവിടുത്തെ കണ്ടസ്റ്റൻ്റ് ഒന്നും തന്നെ കേൾക്കുന്നില്ല. ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ വന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻ്റ്, അനീഷ് ഇല്ലായിരുന്നെങ്കിൽ ബിഗ് ബോസിൽ കണ്ടൻറ് ഇല്ലെന്നാണ്. അതിനെ ചൊല്ലി ബിഗ് ബോസിൽ അനദർ കണ്ടസ്റ്റൻറ്റും ഇപ്പോൾ ഷാനവാസും തമ്മിൽ നടക്കുന്നത്. അപ്പോൾ താങ്കൾ അദ്ദേഹത്തെ ഇങ്ങനെ പറയണോ അതോ ഇതാണെന്ന് പറഞ്ഞിട്ട് ചുരുക്കി പറഞ്ഞാൽ ഫുൾ വഴക്കായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു സത്യം തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അനീഷാണ് അവിടുത്തെ കണ്ടന്റ് ക്രിയേറ്ററായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ബിഗ് ബോസ് ടാസ്ക് ചെയ്യാനായിട്ട് വിളിക്കും. അവിടെയും പ്രശ്നങ്ങളാണ്. അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്തതിന് ശേഷം എല്ലാവരും ടാസ്ക് ചെയ്യാൻ വേണ്ടി ഒത്തുകൂടിയിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ബിഗ് ബോസ് ഇവരോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ തന്നെ ബിഗ് ബോസിൻ്റെ സൗണ്ടിന് കുറച്ച് മോഡുലേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് കൊള്ളില്ല കേട്ടോ. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ഇവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ടൈമിൽ ഈ കണ്ടസ്റ്റൻ്റ് എല്ലാം ബിഗ് ബോസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ബിഗ് ബോസ് തിരിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഈ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്നും ബിഗ് ബോസിന് തന്നെ സംശയമുണ്ട്. കാരണം രാവിലെ മുതൽ ഇവർ കാട്ടിക്കൂട്ടുന്നത് കണ്ടിട്ട് ബിഗ് ബോസിന് പോലും മനസ്സിലായിട്ടില്ല. അത് ഈ സ്ക്രിപ്റ്റഡ് ആണെന്ന് ബിഗ് ബോസിന് പോലും സംശയമുണ്ടെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. അങ്ങനെ പിന്നെ അനുമോളിന് വഴക്ക് കിട്ടി കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഇവർക്കൊന്നും ഡ്രസ്സസൊന്നും കൊടുത്തിട്ടില്ലല്ലോ. മറ്റുള്ള സാധനങ്ങളൊന്നും മറ്റൊരാളുടെ സാധനം വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അനുമോൾ ആരുടെയോ ലിപ്സ്റ്റിക് എടുത്തിട്ടായിരുന്നു. അതിനെ ചോദ്യം ചെയ്തു ബിഗ് ബോസ്. അപ്പോൾ കണ്ടസ്റ്റൻ്റ് പറഞ്ഞത് ഇമേജ് കോൺഷ്യസ് ആണ് അനുമോളെന്നാണ് പറഞ്ഞത്. പിന്നെ എന്ന് പറയുന്നത് വെച്ചാൽ ആരും അനീഷിനെ അക്സെപ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. കാരണം ഒരു തരത്തിൽ അനീഷിനെ ഒരു ക്യാപ്റ്റൻ ഇതായിട്ട് ആരും കണക്കാക്കുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷാനവാസ് ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ സരിക അത്ര പോരാ ബിഗ് ബോസ്. പിന്നെ ഇത്രയും 19 പേരുണ്ടെങ്കിൽ തന്നെ ഇതിൽ ഒരു 13ഓളം പേര് നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യുന്ന പോലും അറിയാനില്ല. ബിഗ് ബോസിൻ്റെ സൗണ്ട് കൊള്ളില്ല എന്ന് പറഞ്ഞല്ലോ. പിന്നെ ടാസ്കിൽ രാവിലെ ചെയ്തത് ബിഗ് ബോസിന് മനസ്സിലായില്ലല്ലോ. അങ്ങനെ ആ ടാസ്ക് എന്ന് പറഞ്ഞത് രാവിലെ ഇവരെന്താണോ ചെയ്തത് അത് റീക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ ഇവരത് റീക്രിയേറ്റ് ചെയ്യുന്നതും അനീഷിൻ്റെ വാക്കിങ്ങും എല്ലാമാണ് കാണിക്കുന്നത്. അത് അപ്പാനിച്ചടുത്താണ് കാണിക്കുന്നത്. അങ്ങനെ അത് ഫുൾ ഓഫ് പ്രശ്നങ്ങളുടെ നടുവിലായി. അപ്പം എന്താ പറയുക, ഈ അനീഷ് പറയുന്നുണ്ട് ഇത് ഇങ്ങനെയല്ല, ഇതില്ലാത്ത കാര്യമാണെന്നൊക്കെ. അങ്ങനെ പറഞ്ഞ് പിന്നെ എന്താ പറയുക, അവസാനം അവരുടെ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ അനീഷ് ഗുഡ് മോർണിംഗ് പറയുന്നില്ല, സുപ്രഭാതം പറയുന്നു. അങ്ങനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ് പറഞ്ഞത് സുപ്രഭാതം എന്ന് പറയുന്നത് നല്ല ഗുഡ് ആയിട്ടുള്ള വേർഡാണ്. അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചത്. അതിനാണ് ഈ കോലാഹലമൊക്കെ നടക്കുന്നതെന്നാണ് ബിഗ് ബോസിനോട് പറയുന്നത്. പിന്നെ അനീഷ് പറയുന്നൊരു കാര്യമുണ്ട്, സ്വിച്ച് ഇട്ടാൽ നിങ്ങൾക്കൊക്കെ അഭിനയിക്കാൻ അറിയാം, എനിക്കത് അറിയത്തില്ല എന്നാണ്. പക്ഷേ അത് നല്ലൊരു കോണ്ടസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. കാരണം സ്വിച്ച് ഇട്ടാൽ നമ്മൾ അഭിനയിക്കാൻ നമ്മളുടെ ഒരു കഴിവിനെയാണ് അത് പറയുന്നത്. ആ ഒരു സെൻറ്റൻസിനെ നെഗറ്റീവിൽ എടുക്കാം, പോസിറ്റീവിൽ എടുക്കാം. അത് ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഇത്രയും വ്യക്തികളും അതിനെ നെഗറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരാൾ പോലും അത് പോസിറ്റീവായിട്ട് എടുത്തില്ല. ഇപ്പോൾ സ്വിച്ച് ഇട്ടാൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ കഴിയുന്ന വെച്ചാൽ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതെൻ്റെ ഒരു ഇതാണേ. എനിവേയ്സ് നമുക്ക് നോക്കാം. അതുപോലെ അനീഷാണ് കണ്ടൻറ് ക്രിയേറ്റർ എന്നാണ് ഷാനവാസ് പറയുന്നത്. അപ്പം മറ്റുള്ളവർക്കും അങ്ങനെ ഫീൽ ചെയ്ത് കാണും. അവർ പുറത്തേക്ക് വരാത്തത് കൊണ്ടായിരിക്കും. മേ ബി നമുക്ക് വാച്ച് ചെയ്യാം. സീ യു ലേറ്റർ.